എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ക്യാരറ്റ് മിൽക്ക് ജ്യൂസ് ആണ്. ഈ ഒരു ക്യാരറ്റ് മിൽക്ക് ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല നിറം വയ്ക്കാനും മുഖത്തും ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന കരുവാളിപ്പിനെ ചെറുക്കാനും വളരെ തന്നെ നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് മധുരം ഒന്നും തന്നെ ചേർക്കുന്നില്ല. മധുരം ചേർക്കാതെ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ കുടിക്കാനും സാധിക്കും. അപ്പൊ നോക്കിയാലോ, എങ്ങനെയാണ് ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തണുക്കാനും വയറ് നിറയാനും പറ്റിയിട്ടുള്ള ഹെൽത്തി ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 4 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്യാരറ്റിന്റെ തോലെല്ലാം കളഞ്ഞ് ഒന്ന് വട്ടത്തിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു നുള്ളു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുക്കർ മൂടി നമുക്ക് ക്യാരറ്റ് ഒരു 3-4 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ക്യാരറ്റ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 10 ഈത്തപ്പഴം ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. അതുപോലെ 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിച്ച് ആറിച്ചു എടുക്കണം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കറിന്റെ എല്ലാം പോയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെയാണ് ക്യാരറ്റ് വെന്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ ക്യാരറ്റ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ചൂടും ആറി വന്നിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ ഒരു 10-12 ഈത്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ കുടിക്കുന്നതിനും വേണ്ടിയിട്ട് ഞാനിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ പഞ്ചസാര ചേർത്ത് തയ്യാറാക്കാനാണ് താല്പര്യമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഈത്തപ്പഴം മാത്രമാണ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ കുടിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഈത്തപ്പഴം നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിലെ ആ ഒരു കുരു ഒന്ന് നീക്കം ചെയ്യണം. കുരു നീക്കം ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇത് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഈത്തപ്പഴത്തിന്റെ കുരുവെല്ലാം ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഇനിയൊരു മിക്സർ ജാറിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. കൂടെ തന്നെ ഈത്തപ്പഴം കൂടെ ചേർക്കാം. നിങ്ങളുടെ കൈവശം മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇതുപോലെയാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് കൂടെ ചേർത്തിട്ട് വേണം ഒന്നുകൂടെ അടിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 ലിറ്റർ പാല് തിളപ്പിച്ചരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നല്ല തണുത്ത പാലാണ്. ആ തണുത്ത പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് പാല് കൂട്ടിച്ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മിൽക്കാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി കുടിക്കുക. പഞ്ചസാരയെല്ലാം ചേർത്ത് തയ്യാറാക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു നുള്ള് വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഏലക്കപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള ആ ഒരു ക്യാരറ്റിൽ നിന്നും കുറച്ച് പീസുകൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കൊരു പേടിയും കൂടാതെ തന്നെ കുടിക്കാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു മിൽക്ക് ജ്യൂസ് സെർവ് ചെയ്യുന്ന സമയത്ത് ബദാമോ കാഷ്യൂസ് ഒക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. ഇനി ഇതിന്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിസ്ത ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് നല്ല ദാഹത്തിന് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടും കുടിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. ഇതുപോലെയുള്ള ഈ ഹെൽത്തി ജ്യൂസുകളാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ തയ്യാറാക്കി നോക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.